Start marking your attendance. എന്തോ എന്റെ ഗ്രാൻഡ്മദർ മരിച്ചു. എന്താ മോളെ? എന്റെ ഗ്രാൻഡ്മദർ മരിച്ചു. അതുകൊണ്ട് ഉമ്മയും പാപ്പയെല്ലാം അവിടെ ഇല്ലത്. ഗ്രാൻഡ്മദർ മരിച്ചു. ഓ സോറി. ഗ്രാൻഡ്മദർ എവിടെയാ? അതെയോ? ഓക്കെ. ഗ്രാൻഡ്മദർ എവിടെയാ മോളെ ഉള്ളേ? എവിടെയായിരുന്നു താമസിച്ചോണ്ടിരുന്നേ? പുളിങ്ങോട്ട്. പുളിങ്ങോം. ഓക്കെ. Okay, mark your attendance all of you fastly. Now start marking writing your start writing your dictation. First word is dry. Dry. Do it fastly. There is no time to waste and all. Second word is water. Water. അടുത്ത വേർഡ് പറയോ? അവിടെ നിക്ക്, തിരക്ക് കൂട്ടാതെ മോനെ. Next word is drank. Finish, miss. Next word is clean. Clean. Miss, first word. Next one is throw. Finish, miss. Okay, tell your parent to correct it. Miss, ഒന്നും കൂടി പറയോ? പൊന്നു മോനെ മോളെ ആരാന്ന് എനിക്കറിയില്ല. നിങ്ങളോട് പണ്ട് മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് കയറിയിട്ട് ഒന്നുകൂടി പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഇപ്പം പാരന്റിനോട് പിന്നീട് ഡിക്റ്റേഷൻ കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞേ. Okay, good. Okay, wait a second. Wait a second. ഒരു മിനിറ്റ് ഞാൻ വരാമേ. ഞാൻ ഇതൊന്ന് ചെയ്തിട്ട് ഒരു മിനിറ്റ്. കൺട്രോൾ ഞാൻ ഒരു മിനിറ്റ്, ഞാനൊന്ന് സ്ക്രീൻ ഇതാക്കട്ടെ. ഞാൻ വരാം. ഞാൻ പറഞ്ഞു. ഓക്കെ. ഇവിടെ ആരാ മാല ഇട്ടെന്ന് പറഞ്ഞാള്? Who said that? All the best. Prepare yourself well. Pray every day and be a good child. Okay. Dictation. Those who could not join earlier, means those who did not hear the first word and all, after the class, tell your parent to conduct a dictation for you. And every day I remind you, you have to submit your cursive writing.
How many students have submitted? Tessa, എത്ര ദിവസമായി ടെസയുടെ? ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഡെയിലി 1 കഴിഞ്ഞവരൊക്കെ. ടെസക്കുട്ടി, is it audible for you? Where is today's cursive writing? Can't hear. കേട്ടില്ല. ഓഡിയബിൾ പ്രശ്നമുണ്ട്, സൗണ്ട് ഇല്ല. ഇവിടെ സംഗീത ലിപിൻ കിടന്നിട്ട് ഡിസ്കസ് ഡാൻസ്, എന്താ പറയുന്നത്, ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന പോലെ ഉണ്ടല്ലോടാ. Sit properly, sit properly. What is this, sir? Are you sitting for the class or are you watching the TV program? Okay, those who have to send the cursive writing today must. Must means must. Should send it today. Okay. Christy Levin. Christy, can you hear me? Is it audible for you? Yes. Where is your cursive writing? How many days are over that you have sent your cursive writing? ക്രിസ്റ്റി ലിബിനോട് ചോദിക്കുമ്പോ ക്രിസ്റ്റി ലിബിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ ഇവിടെ ആൻസർ ചെയ്യാ. നീ എന്തിനാ പുറത്തോട്ട് നോക്കിയിരിക്കുന്ന? ഞാൻ ചോദിക്കുമ്പോ അമ്മേനെ നോക്കുന്ന. അമ്മയാണോ കർസീവ് റൈറ്റിംഗ് എഴുതുന്നേ? Then why are you looking at your mother? Where is your note? Cursive writing. Today by evening you should send me the cursive writing that you have written up to now. ഇന്ന് വരെ എഴുതിയ കർസീവ് റൈറ്റിംഗ് എനിക്ക് ഇന്ന് വൈകുന്നേരം അയച്ചു തരണം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നോക്കാം നാളെ അവിടെ വീട്ടില് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ ഇറങ്ങണോന്ന്, നിന്റെ വീട്ടിൽ ഇറങ്ങണോ ഇല്ലെന്ന്. എത്ര പേജ് എഴുതി? ഹൗ മെനി പേജസ് ഹാവ് യു റിട്ടൺ കർസീവ് റൈറ്റിംഗ്? 10 pages. Anyway, all the notes that you have written, you have to send me by evening. Okay, don't forget it. Next, what about you, Binya? English asking to Binya, only Binya has to answer. ബാക്കിയുള്ളവർ സൈലന്റ് ആയിട്ടിരിക്കുക. ബിന്യ പറഞ്ഞ മോളെ. ടീച്ചർ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഞാൻ അയച്ചു തന്നായിരുന്നു. എത്ര പേജുകളായി ഇപ്പൊ മൊത്തം? ഓർമ്മയില്ല. ഇന്നത്തെ കർസീവ് റൈറ്റിംഗ് എന്തിയെ? അതിനി വീണ്ടും മിസ് പറയണോ? You should send it, okay? And what about you, Muhammad Rasi? Muhammad Rasi, where's your cursive writing? I think only 1 or 2 pages you have been sent. No, how many pages are over? Some lazy bugs are there. Lazy bugs and lazy people are there. I want to see everybody is cursive writing by evening. ഞാൻ കുറച്ച് ദിവസം ഒന്ന് സൈലന്റ് ആയിട്ടിരുന്നപ്പോഴത്തേനും നിങ്ങൾ അത് മോൻ അയച്ചു തരുന്നുണ്ടോ? റാസി മോൻ എഴുതി വെക്കുന്ന. Okay, how many pages are over, Rasi? 10 pages are over. Okay, daily you have to write and send me. Okay. അതുപോലെ ക്ലാസ് ഇല്ലാത്ത ഡിക്റ്റേഷൻ പേരന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സ്കൂളിൽ വരുന്നില്ലെങ്കിൽ ഡെയിലി അത് ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ മിസ് കണ്ടക്ട് ചെയ്യും. ഇല്ല എങ്കിൽ നിങ്ങളുടെ പേരന്റിനോട് നിർബന്ധമായിട്ടും ഡിക്റ്റേഷൻ കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കണം. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ഫാസ്റ്റ്ലി. വേഗം നിർത്തൂ. നമ്മൾ എവിടെയാ സ്റ്റോപ്പ് ചെയ്തേ? Yesterday, section 1 is over. Section 2, did we start? Yes. Okay, everything. Stop. 5 days, exclaimed the crow in amazement. He flew off to tell the other animals. Once again, I didn't understand. He flew off to tell the another animal. Other animal. Okay. The crow.
Crow പറന്നുപോയി അല്ലേ? എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട് പറന്നുപോയി. അത്രയല്ലേ പഠിച്ചേ നമ്മള്? Yes. When Sona heard this, okay. When Sona heard this, he felt proud. So when mother was talking all this to the crow, Sona was listening, and Sona understood that the crow was in amazement. And when he heard all this, he was very proud of himself. അവന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ എന്താ പറയണ്ടേ, അമ്മ മറ്റേ ക്രോയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സോ ഹി ഫെൽറ്റ് പ്രൗഡ് ഓഫ് ഹിം. പ്രൗഡ് മീൻസ് ഫീലിംഗ് ഹാപ്പി അബൌട്ട് ഹിംസെൽഫ്. മീൻസ് ഞാൻ നല്ല എന്തോ ഒരു വിചിത്ര ജീവിയാണല്ലോ, സംതിങ് ഈസ്, ഞാനൊരു വലിയ സംഭവമാണ്. നമ്മൾ നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഞാനൊരു സംഭവമല്ല എന്ന് പറയാനേ, ലൈക്ക് ദാറ്റ് വേ. ഞാൻ എന്തോ ഒരു സംഭവമാണ്. സോ ഹി ഫെൽറ്റ് proud of himself. Then what happened? We are very special, aren't we? So he says we are very special animals, isn't it? Amme nammal special animals alle. Are we not special? We are very special, aren't we, mother? He said. Of course, said his mother. So his mother said, of course, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മളൊരു സ്പെഷ്യൽ ക്രീച്ചേഴ്സ് ആണ് എന്ന് പറയണം. Next. When Sona heard this, he felt proud. We are very special, aren't we, mother? He said. Of course, said his mother. The camels sat down in the shade of the trees. Anyway, we know that the camels were walking in the desert and they were too tired. They were very tired. So, actually, what happened? They drank enough water. And if we are walking in the sun for some time, and what we will do, we will try to take rest, isn't it? So, like that way, these camels also wanted to take rest. So, they sat under a tree. Understand? They sat under a tree. The camels sat down in the shades of trees. The mother camel soon began to doze. Doze means sleeping for a little time. Means not a deep sleep, but a ചെറിയ മയക്കം എന്ന് പറയല്ലേ, നേരിയ ഉറക്കം. ചെറിയ പകൽ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സമയത്തിന് ഉറങ്ങാറില്ല അല്ലെ, കുറച്ച് സമയത്തിനൊക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ മദറ് ക്ഷീണം കാരണം വെയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ആവശ്യത്തിന് വെള്ളവും കിട്ടി, അത് നല്ല തണുപ്പുണ്ട് അവിടെ, മരമൊക്കെ ഉള്ളതുകൊണ്ട്. സോ ഷീ സ്റ്റാർട്ടഡ് ടു സ്ലീപ്പ്. Then she said, go to sleep, Sona, said his mother. So now mother camel said to Sona, you go and sleep now for a little time. Okay, you were in the sun and you are tired now. Now you have drank water and all. Now go to sleep for a little time. കുറച്ച് സമയം ഒന്ന് പോയിട്ട് ഉറങ്ങാൻ പറഞ്ഞു. ഇച്ചിരി സമയം പോയിട്ട് കിടന്ന് ഉറങ്ങിക്കേ, അമ്മയെ ഉറങ്ങാൻ പോകും, അതുകൊണ്ട് നീ ഇച്ചിരി സമയം ഉറങ്ങാൻ പറഞ്ഞു. അപ്പോഴോ no, not yet. I am going exploring. What did Sona say? No, I'm not going to sleep. Instead, what I'm going to do? I'm going to exploring. Exploring means find out new things. So this place is very new for this Sona. Sona ki idoru pudhiya sthalamana. Already have a Christy Libin. Christy, please keep your pencil down. Then listen. Okay. ഓക്കെ, അപ്പൊ പറയാണ് ഇത് പുതിയ സ്ഥലമാണ്. അപ്പൊ ഇവൻ ഈ ഡെസേർട്ടിലൊക്കെ മാത്രം ജീവിച്ച് ഇവനിങ്ങനെ മരവും പക്ഷികളും അനിമൽസും ഒക്കെ കണ്ടിട്ടേ ഇല്ല അല്ലെ. സോ ഹീസ് ഫോർ ഹിം ദിസ് ഈസ് വെരി ന്യൂ place and new things he is seeing, new animals. He has not seen such animals and all, like a crow, fox, rabbit and all. And he told, no, I am not going to sleep. Instead, I am going to explore. Explore എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുപിടിക്കുക. ഞാൻ കുറെ ഇവിടെയൊക്കെ നടന്നിട്ട് ഇതെല്ലാം ഒന്ന് നോക്കി കണ്ടിട്ട് പരത്തുന്നൊക്കെ പറഞ്ഞിട്ട് he wanted to explore. Then said Sona and wandered off. Wandered എന്ന് പറഞ്ഞാൽ എന്താണ്? അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയല്ലോ, നിങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ തെണ്ടി തിരിഞ്ഞ് നടക്കുക എന്ന് പറയല്ലോ, ചുമ്മാ കറങ്ങി നടക്കുക. So our Sona started to wander here and there. അതിൽ ഇതിലൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. Okay, so then the crow had already spread the news about the camels. Page number 18. 18 ആണ് നിങ്ങളുടെ പുസ്തകത്തില്. 18.
The crow had already spread the news about the camels. Crow already said to all the animals about these camels. So crow said to everybody, "Ayo, see, did you know that there are two new creatures have came to our place? One big body, long neck, and long leg. Then what else? A very big body. They drank our water, cold water. Water is going to finish. They can live without water for many days." ഇങ്ങനെയുള്ള സ്റ്റോറികളൊക്കെ എന്ത് ചെയ്തു? നമ്മുടെ ക്രോ ചെന്നിട്ട് എല്ലാ അനിമൽസിനോടും പറഞ്ഞു. പുതിയ രണ്ട് ജീവികൾ വന്നിട്ടുണ്ട്. ക്യാമൽസ് എന്നാണ് അവരെ പറയുന്നത്. അവര് ഡെസേർട്ടിലാണ് താമസിക്കുന്നത്. They have a long leg and a long neck also. എന്നൊക്കെ പറഞ്ഞ് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു. These animals have not seen camels up to then. അതുവരെ ക്യാമൽസിനെ കണ്ടിട്ടേ ഇല്ല അവിടെയുള്ള അനിമൽസ് ഒക്കെ. The older animals had watched what the crow said with a little interest. So the older animals means പ്രായമായിട്ടുള്ള അനിമൽസ് ഒക്കെ ഈ ക്രോ ഇങ്ങനെ പറഞ്ഞപ്പോ അത് കുറച്ച് ഇൻട്രസ്റ്റോടെ കേട്ടു. ഇതേതപ്പോ പുതിയൊരു ജീവി നമ്മളൊന്നും ഇത്രയും കാലമായിട്ട് കാണാത്ത എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കേട്ടോണ്ട് The crow said with a little interest. What the crow said with a little interest എന്ന് പറഞ്ഞാൽ ക്രോയെ പറഞ്ഞതൊക്കെ ഒരു ചെറിയ താല്പര്യത്തോടൊക്കെ കേട്ടുന്നു. But the younger ones set off at once to see these peculiar animals. Peculiar means strange, means not same. എന്ന് വെച്ചാൽ ഒരു അതുപോലെയല്ല, ഒരു വിചിത്രമായിട്ടുള്ള ഒന്നൊക്കെ അർത്ഥം. നമ്മൾ കാണാത്ത ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറയുന്ന തരത്തിലുള്ള ആനിമൽസ്, അങ്ങനെയുള്ള വിചിത്ര ജീവിനെ കാണാൻ വേണ്ടിട്ട് യങ്ങർ അനിമൽസ് ആൻഡ് ഓൾ വെന്റ്. എല്ലാ യങ്ങർ അനിമൽസും കൂടെ പോയിട്ട് ഈ ജീവിയെ കാണാൻ വേണ്ടിട്ട് പോയി. But the younger ones set off at once to see these peculiar animals. മറ്റൊരു ചുമ്മാ കേട്ടിട്ടൊക്കെ നിന്ന് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നു. But younger animals, what is the meaning of younger animals? Small animals. Small animals എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്മോൾ സൈസ് അല്ല ഉദ്ദേശിക്കുന്നത്, ചെറുപ്പക്കാരായിട്ടുള്ള അനിമൽസ് ഒക്കെ നമ്മുടെ ക്യാമൽസിനെ കാണാനായിട്ട് പോയി. They hid behind bushes and rocks so that they could see without seeing them. Without being seen. അതായത് they hid themselves behind of rocks or any bushes or trees and all. അവർ ഒളിച്ചിരുന്നു എവിടെ? Behind of rock. What is the meaning of rock? Rock means, who knows the meaning of? Nobody knows? പാറ. നമ്മുടെ യങ്ങർ അനിമൽസ് ഒക്കെ പാറയുടെ പുറകിലൊക്കെ കയറി ഒളിച്ചു, പാറയുടെ മുഖത്തിൽ എവിടെയെങ്കിലും ബാക്കിലൊക്കെ പോയി ഒളിച്ചു. ബുഷസ് ആൻഡ് ട്രീസിന്റെ ഒക്കെ പുറകിൽ പോയിട്ട് ഒളിച്ചിരുന്നു. എങ്ങനെ? അപ്പൊ അങ്ങനെ ഒളിച്ചിരിക്കുമ്പോ അവർക്ക് ഈ ക്യാമൽസിനെ കാണുകയും ചെയ്യാം. പക്ഷേ camels cannot see them because they are hiding, isn't it? So they hid themselves behind the bushes and rocks so that they could see without being seen. Next is section 3. മനസ്സിലായില്ലേ? അവര് പാറയുടെ ഒക്കെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് ഇപ്പൊ അവർക്ക് ഇപ്പൊ നമ്മുടെ ക്യാമലിന് ഇവരെ കാണത്തില്ല, പക്ഷെ ഇവർക്ക് ക്യാമൽസിനെ കാണാം. ആ രീതിയിൽ അവര് ഒളിച്ചിരുന്നു. നെക്സ്റ്റ് സെക്ഷൻ 3 ആണ്. They saw, one second. They saw Sona wandering about. Since they were hiding behind of the stone or rock, they saw Sona was wandering here and there. Wandering means roaming here and there. സോന ഇങ്ങനെ അതിലെ ഇതിലേക്ക് നടക്കുന്നത് നമ്മുടെ അനിമൽസ് പാറയുടെ പുറകിലൊക്കെ ഒളിച്ചിരുന്ന അനിമൽസ് കണ്ടു. The talkative rabbit jumped out of a bush and sitting on his hind legs stared at Sona. Suddenly he burst out laughing. Then what he did is the talkative rabbit. What is the meaning of talkative? Talkative എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സംസാരിക്കുന്നത്, ഒരുപാട് സംസാരിക്കുന്നത്. Talkative ആയിട്ടുള്ള റാബിറ്റ് സംസാരിക്കുന്ന ആളാണ്. So the rabbit jumped out of the bush. Rabbit was hiding himself behind a bush and he just jumped out of the bush. ആ ബുഷിൽ നിന്നും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ചാടി വന്നു.
പുറത്തോട്ട് ചോടി വന്നിട്ട് bush and sitting on his hind legs. അവന്റെ hind legs means back leg. How many legs are there for rabbits? 2. 4. 4 legs. 4. How many legs are there? 4. 1, 2. Hands, 2 legs. How many? 2 hands, 2 legs. 2 2 hands, 2 legs. How you can say that? One, two, three, 4. 4 legs are there, isn't it? Okay. So, hind legs means back leg. Back legs. ആ രണ്ട് കാലിൽ ഇങ്ങനെ കുത്തി ഇരുന്നു എന്നിട്ട് കാല് മറ്റേ കാല കൈ ഫ്രണ്ടിലുള്ള ലെഗ്സ് ഇങ്ങനെ 4 legs ഇങ്ങനെ കുത്തി പിടിച്ചുകൊണ്ടിരുന്നു. Bush and sitting on his hind legs stared at Sona. What is the meaning of staring? staring, staring, or stare means ഉണ്ടക്കണ്ടിട്ട് ഇങ്ങനെ മുഴിച്ചു നോക്കുക. കണ്ടാ? മിസ് നോക്കിയ പോലെ നോക്കും അല്ലേ? ഓക്കെ, ഇങ്ങനെ തുറിച്ചു നോക്കുന്നതിനാണ് സ്റ്റെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഷിക്കുട്ടി. So staring means തുറിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ rabbit എന്ത് ചെയ്തു? Rabbit jumped from the bush and came to in front of the camel, Sona, and then he stared at him. Stared means തുറിച്ചു നോക്കി, ഇങ്ങനെ കൊണ്ടക്കണ്ണിട്ട് ഇങ്ങനെ മിഴിച്ചു നോക്കി. Then suddenly he burst out laughing. He burst out means പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. He started laughing at Sona, not smiling, laughing. അതിനാൽ അവനെ കളിയാക്കിക്കൊണ്ട് ചിരിക്കാൻ തുടങ്ങി എന്നർത്ഥം. He started burst out laughing. Who are you and what are you laughing at? Asked Sona angrily. So when he came suddenly from the bush and he sat there and stared and then he started to laugh and all. So Sona didn't like it. So Sona asked her, who are you? And why are you laughing? What are you laughing at? നീ ആരാ? നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ എന്ന് ചോദിക്കാനാ. You ha 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 laughed the rabbit. So rabbit is laughing. Ha 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 എന്ന് പറഞ്ഞിട്ട് വീണ്ടും കളിയാക്കി ചിരിക്കുകയാണ്. You look so funny. So telling, rabbit is telling to the camel or Sona, you look so funny. Funny means what? What is the meaning of funny? രസം. കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര വിചിത്രമായിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്? The crow told us you were wonderful animals. Crow already came and told us that you are wonderful animals, but you are not at all wonderful at all. Crow ഞങ്ങളോട് വന്ന് പറഞ്ഞത് that you are very wonderful animal, but you are not at all wonderful. നിന്നെ കാണാൻ വലിയ ഇതൊന്നുമില്ല, നീ ഭയങ്കര വിചിത്രമാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ലല്ലോ എന്ന് പറയാണ്. You are ugly and silly looking. What is the meaning of ugly? Ugly means too bad. Ugly എന്ന് പറഞ്ഞാൽ too bad, വളരെ മോശം. Ugly എന്ന് പറഞ്ഞാൽ വളരെ മോശം. So you look so bad. നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല. Too bad. ഇവിടെ ആരാ too bad ഉള്ള നമ്മുടെ ക്ലാസ്സില്?
കാണാൻ ഒരു ഭംഗിയില്ലാത്ത ആളാരാണ്? ആരുമില്ല. You all are very good children, isn't it? എല്ലാവരും വളരെ നല്ല മക്കളാണ്. ഇവിടെ ആരും ugly children ഒന്നുമില്ല അല്ലേ? Okay. But this rabbit is telling to the camel that you look so ugly. You are very, very bad to look. കാണാൻ ഒരു ഭംഗിയില്ല അതിന്. You are ugly and silly looking. ഒരു കാണാൻ ഒരു ഭംഗിയില്ല എന്ന് പറയണം. Look at those long, long legs, that funny humped back. So it's telling, look at your leg, long, long, long leg. So how long is the rabbit's leg? This much only, isn't it? Rabbit leg എന്താണ്? വളരെ നീളം കുറവാണ്, കുറച്ചേ ഉള്ളൂ അല്ലേ? So usually, look at your long, long, long. Camel's leg എങ്ങനെയുണ്ട്? Very long, isn't it? So look at your long, long leg and look at those long, long legs, that funny humped back, and that neck, ha ha ha. Your leg also is very lengthy one, long one, not at all nice to look. Very long ആണ്. നിങ്ങളുടെ നെക്കൊക്കെ ഭയങ്കര ലോങ് ആണ്. കാതാണ് അതിലും നീളം. ഒരു ഭംഗിയില്ല നിന്നെ കാണാന്ന് പറയണ. പാപം നമ്മുടെ സോന ആക്ച്വലി എന്തിനാണ് പുറത്തോട്ട് പോയത്? അമ്മ ഉറങ്ങാൻ പറഞ്ഞപ്പം. Why did Sona go out when mother said to sleep? എന്തിനാ സോന പുറത്തോട്ട് പോയത് ശരിക്കും ആക്ച്വലി? അൻഷി, ഫ്രണ്ട്സിനെ കാണാൻ. He thought that he will get many friends and he can play with them. But now see how is these friends? ഫ്രണ്ട്സിനെ കാണാൻ. Isn't it? These friends are teasing. He's telling, you are very bad to look. You are not at all beautiful. You have a long leg. You have a long neck and also not at all good എന്ന് പറയാണ്. Look at those long, long legs, that funny humped back and that neck, ha ha ha. The other animals began to laugh too. So not only rabbit was there, so many other animals were there. Those animals also began to laugh. The goat, the snake and the deer, the horse and others. See, rabbit മാത്രമായിട്ട് എങ്ങനെയാലും സഹിക്കായിരുന്നു അല്ലെ? പോട്ടെ പറഞ്ഞൊരിക്കലും. But what about the other animals? Who all teased him? Goat, snake, deer, fox and other animals also. ഈ animals എല്ലാം ഇവനെ കളിയാക്കാൻ തുടങ്ങി. All these animals started to tease him. They surrounded Sona and began making fun of him. All these animals came out of the bush and from the behind of the rock, they all came out and they started to tease him. They started to make fun of him. അവനെ ഇങ്ങനെ തമാശയാക്കൊണ്ട് ചുമ്മാ അതും ഇതും എല്ലാം പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേയിരുന്നു. ഇവിടെ ഏതൊക്കെ അനിമൽസിനെ കാണാൻ പറ്റും? I think Rasi will answer. Others no need to answer. Back silent ആയിട്ടിരിക്കണേ. Only Rasi. Please Rasi answer. Which are the animals that you can see here in this? Rabbit, camel, deer, snake, tiger. Tiger? Tiger not that. Actually, that is fox. Cat. Okay. Fox കല്ലിലല്ലേ? Animals made fun of him. എല്ലാ animals അവന് തമാശയാക്കിക്കൊണ്ടിരുന്നു. മീൻസ് അയ്യേ നിന്നെ കാണാൻ ഭംഗിയില്ല, നിന്റെ കാല് ഭംഗിയില്ല, കഴുത്ത് ഭംഗിയില്ല, ചെവിയില്ല, കാലില്ല, മുക്കില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. What is your name? Asked the snake. Snake ചോദിച്ചു, what is your name? What's that big hump on your back? Let us call him Humby. Ha 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 ha. പാവ എല്ലാരും കൂടെ അവനെ ഇട്ടോട്ട് കളിയാക്കുന്നേ. അൻവി കുട്ടി, so what is your name? Asked the snake. What's that big hump on your back? There's a big hump on your back side. See here, back of the camel, there is a hump. And what's that? So let us call him Humby. Since he is having hump, shall we call him Humby? അവനെ നമുക്ക് Humby എന്ന് വിളിക്കാന്ന് പറയാണ്.
Ha 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 ha. എല്ലാവരും കൂടെ കളിയാക്കി ചിരിക്കുകയാണ്. No, no, said the God. Now the God is telling, no, 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 no. We will call him flat-foot. Flat-foot. നമ്മുടെ കാല് നോക്കിക്കേ, നമ്മുടെ കാല് പോലെയല്ല. So shall we call him flat-foot? Look at those long legs and those funny flat feet. അപ്പൊ അവന്റെ കാലിലോട്ട് നോക്കിയേ, അവന്റെ ലോങ് ലെഗ്. എന്ത് നീളം അല്ല, ചിത്രത്തിൽ നോക്കിയാ. ഹൗ ലോങ് ഈസ് ഇറ്റ്? ഹൗ ലെന്തി ഈസ് ഹിസ് ലെഗ്? വെരി ലെന്തി അല്ലേ? അത്ര നീളമുള്ള കാലും ഇതൊക്കെ ആയിട്ട് ഇവരിങ്ങനെ തമാശ. Good. So big it is, no? Very big one, isn't it? Yes. 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 So we'll call him flat-foot. Look at those long legs and those funny flat feet. The God jumped up and down, showing off his lovely slim legs. Now, what did the God do? God jumped up and down to show his beautiful legs. നീ നോക്കിക്ക്, എന്റെ കാല് കണ്ടു, ഇത് കണ്ടു, എന്റെ കാല് കണ്ടു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെഗ് എന്ന് പറഞ്ഞിട്ട് it started to jump up and down. താഴെ മുകളിലോട്ട് എല്ലാം എടുത്ത് ചാടി കണ്ടിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ നമ്മുടെ ഇവനെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. What about that silly long neck? Ha 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 ha. See his neck? It's very long leg. അത് വളരെ ലോങ് ആണ്, ലെന്തി ആണ്, വളരെ നീളമാണ്, ഇങ്ങനെ അല്ലേ? So he's telling, what about that silly long neck? Ha ha ha. And have you seen this tail? Cried the fox, pointing to Sona's short little tail. Sona is having a short tail. സോനയ്ക്ക് ഒരു ചെറിയ വാലാണുള്ളത്. അപ്പൊ അതും കാണിച്ചിട്ട് അറിയാം, നീ എന്റെ വാല് കണ്ടോ എന്ന് പറഞ്ഞ ഫോക്സ്. How is fox's tail? Very nice, isn't it? Big one. Okay. So it's telling, see, my tail is very nice, but your tail is very short. വളരെ ഷോർട്ട് ആയിട്ടുള്ള tail ആണ് നിന്റേത് എന്ന് പറയാണ്. And have you seen this tail? Cried the fox, pointing to Sona's short tail. Look at my beautiful tail, he added proudly, waving his bushy tail. What is the meaning of bushy tail? Bushy means നിറയെ രോമങ്ങളൊക്കെയുള്ള, ബുഷ് പോലെയുള്ള നിറയെ രോമങ്ങളുള്ള കേട്ടോ. ഫോക്സിന്റെ വാല് കണ്ടോ, നല്ല വെടർത്തി വെച്ച മാതിരി ഇരിക്കുന്നു അല്ലേ? Okay, so he was very proud about his tail. Don't make fun of him, said the deer, who was kind and gentle. Look at my tail, it is just small. So person here is telling that he's telling that deer is telling that no need to make it fun of him and don't tease him. See, my tail also is small one. And then ചെറിയ tail ഒക്കെ അവനെ കളിയാക്കൊന്നും വേണ്ടെന്ന് deer പറയണം. Poor Sona did not know what to say. Feeling very hurt and angry, he ran to his mother, and all the way back he could hear their laughter. Okay, so by hearing all these comments, our little Sona was upset. Upset means very sad. Upset means very sad. So Sona was very sad. Why Sona was sad? Because all other friends teased him. അവനെ കളിയാക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. So he was very sad and he ran to his mother. അവന് ഒറ്റ ഓട്ടം അമ്മയുടെ അടുത്തേക്ക് ഒറ്റ ഓട്ടം ഓടി. Okay, that's all about Sona's adventure in part 1. Next we have one more lesson, part 2, that we will study in the next class. Okay, bye bye then. Thank you, Miss. Okay. Thank you, Miss.